നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും? കോൺഗ്രസ് പാർട്ടിയിലെ ആരായിരിക്കും? KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, ഇതിലാരാകും? തീർച്ചയായിട്ടും KC വേണുഗോപാലാവും. കാരണം VD സതീശൻ പല നേതാക്കൾക്കും അത്ര പ്രിയങ്കരനല്ല. VD സതീശൻ ആളും മിടുക്കനാണ്, പക്ഷേ നേതാക്കളിൽ പലർക്കും അത്ര പ്രിയങ്കരനല്ല. സുധാകരനൊക്കെ VD സതീശൻ ആദരിക്കാൻ വേണ്ടി പല കളികളും കളിക്കുന്നുണ്ട്. പക്ഷെ VD സതീശനായ ഒരു ഗുണമുണ്ട്, ഈ സഖാക്കൾക്ക് മുച്ചൂടും പണി കൊടുക്കും, നല്ല കിടിലം പണി കൊടുക്കും. KC വേണുഗോപാൽ അത്രത്തോളം കൊടുക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. VD സതീശൻ കുറച്ച് വാശിയുള്ള ആളാണ്. പിന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ പ്രസ്താവനകൾ LDFന് ഗുണം ചെയ്തോ ദോഷം ചെയ്തോ? തീർച്ചയായിട്ടും ദോഷമായത്. വെള്ളാപ്പള്ളി കൂടെ നിന്ന് LDFന് പണി കൊടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. LDF പ്രണയവും ഹിന്ദു പ്രണയവും ഒന്നും വെള്ളാപ്പള്ളി നടേശൻ സാറിനില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. വെള്ളാപ്പള്ളിക്ക് ഹിന്ദു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പിണറായിയോട് ചേർന്ന് അയ്യപ്പ സംഗമത്തിനൊന്നും പോകത്തില്ലായിരുന്നു. ഹിന്ദുക്കളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച വ്യക്തിയാണ് പിണറായി വിജയൻ, ഇടതുപക്ഷ സർക്കാർ. അയ്യപ്പൻ്റെ പേരിൽ ഒത്തിരിയും ദ്രോഹിച്ചു. അവിടെ ചൂട്ടുപിടിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ പോകില്ലായിരുന്നു. ഹിന്ദു സ്നേഹം പറയുകയും ചെയ്യും, ഹിന്ദു വിരുദ്ധത കാണിക്കുകയും ചെയ്യും. അതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പോളിസി. അദ്ദേഹം, എനിക്ക് തോന്നുന്നത്, LDFനെ തകർക്കാൻ, UDFനെ സഹായിക്കാൻ ഹിന്ദുത്വം പറഞ്ഞ് LDFൻ്റെ കൂടെ കൂടിയതാണ്. അങ്ങനെ കൂടിയപ്പോൾ അന്യമതസ്ഥർ LDFന് എതിരായി. LDFന് കലാപരമായി പണി കൊടുത്ത ആളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ സാർ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ഉഗ്രം പണിയാണ് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ നിന്നും വളരെയേറെ അന്യമതസ്ഥർ LDFൽ നിന്നും വിട്ടുമാറി നിന്നു. അത് നിഷ്കളങ്കമായ പ്രസ്താവനകൾ ആയിരുന്നില്ല വെള്ളാപ്പള്ളി നടേശൻ സാർ കാണിച്ചത്. കാരണം വളരെ പർപ്പസ്ഫുള്ളായിട്ട്, വളരെ ഉദ്ദേശ്യപൂർവ്വം, വളരെ ആലോചിച്ച് കൃത്യമായി പറഞ്ഞ പ്രസ്താവനകളാണ്. ഹിന്ദുത്വവാദമാണ് പറഞ്ഞത്. ഹിന്ദുത്വവാദം ഇവിടെ BJP പോലും പറയുന്നില്ല. BJP പോലും ഭീകരതയെ മാത്രമേ പറയുന്നുള്ളൂ, ഹിന്ദുത്വവാദം പറയുന്നില്ല. പക്ഷേ LDFൻ്റെ കൂടെ കൂടി ഇത്രത്തോളം ഹിന്ദുത്വവാദം പറഞ്ഞെങ്കിൽ അത് LDFനെ നശിപ്പിക്കാനായിരുന്നു എന്നുള്ളത് LDFകാർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. വളരെ കൗശലശാലിയാണ് വെള്ളാപ്പള്ളി നടേശൻ സാർ. 90 വയസ്സായെങ്കിലും പണി കൊടുക്കാൻ നല്ല മിടുക്കനാണ്, ബിരുദനാണ്. അദ്ദേഹത്തിന് ഹിന്ദുത്വവാദവുമില്ല, LDF പ്രേമവുമില്ല. UDFുമായിട്ട് അന്തർധാരയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി അറിയാം. അതാണിപ്പോൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ കാണുന്നത്. എന്തായാലും കഴിഞ്ഞ 10 വർഷം സഖാക്കളുടെ കൂടെ കൂടി ഈ കോൺഗ്രസ്സുകാരെയും ഒക്കെ തൊഴിച്ച പോലീസുകാരും ഈ ഗൺമാനും ഒക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. പണി പാലും വെള്ളത്തിൽ വരും. VD സതീശൻ ഇന്നലെ പറഞ്ഞു, പഴയതുപോലെ മറന്നു കളയത്തില്ല എന്ന് പറഞ്ഞു. മറന്നു കളയാൻ സാധ്യതയില്ല, കോൺഗ്രസ്സുകാർ മറന്നു കളയാൻ സാധ്യതയില്ല. കാരണം അത്രത്തോളം അവർ അനുഭവിച്ചു. കോൺഗ്രസ്സുകാർ അടികൊള്ളികളാണെങ്കിലും കോൺഗ്രസ്സുകാരെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ കോൺഗ്രസ്സുകാർ അത് മറക്കാൻ സാധ്യത കുറവാണ്, കണ്ടറിയാം. എന്തായാലും സഖാക്കൾക്ക് ഇനിയും 5 വർഷം, ഇനി 5 വർഷം കഴിഞ്ഞ് വരുമോ എന്നറിയത്തില്ല, 5 വർഷം പണി ചെയ്യേണ്ടുന്ന കാലഘട്ടമാണ്. ഇതുവരെ പണി ചെയ്യാതെ സുഭിക്ഷമായി ഉടുത്ത് ഉറങ്ങി സന്തോഷകരമായി പോയ സഖാക്കൾ ഇനിയും പണി ചെയ്ത് വേർപ്പൊലിച്ച് ബുദ്ധിമുട്ടി അധികം പൈസയൊന്നും കിട്ടാതെ, അംഗീകാരം കിട്ടാതെ, പോലീസ് സ്റ്റേഷൻ ചെന്നാൽ മാറിക്കിടാന്ന് എന്നുള്ള സംസാരം കേട്ട്, രാഷ്ട്രീയം കേട്ട് ഒക്കെ ജീവിക്കേണ്ടുന്ന അവസ്ഥ വരും. ഇവർ ഈ 10 വർഷം ഈ അധികാരം കൈയാളിയപ്പോൾ അവർക്കത് അവരുടെ രക്തത്തിൽ ലയിച്ചു പോയിട്ടുണ്ട്. അതിന് മാറ്റിയെടുക്കാൻ കുറേ ആ ഒരു ഭ്രമത്തിൽ നിന്ന് മാറി വരാൻ കുറേ സമയമെടുക്കും. ഇപ്പോഴും ആ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ വെച്ച് പോലീസ് സ്റ്റേഷൻ ചെല്ലും. പക്ഷെ പോലീസുകാർ അംഗീകരിക്കത്തില്ല. ഏറ്റവും പെട്ടെന്ന് മാറിയ പോലീസുകാർ മാറി, പോലീസുകാർ അടി തുടങ്ങി. ഇനി സഖാക്കളെ എവിടെ കിട്ടിയാലും ചന്തി തൂക്കാൻ അടിക്കും വരും. പിന്നെ ഒരു ഗുണം കൂടെ ഉണ്ട്, ഞാൻ പറയാം. ഒരു വർഷം കുറഞ്ഞത് 100-150 ഹർത്താൽ വരും, പണിമുടക്ക് വരും, എറിഞ്ഞു പൊട്ടിക്കൽ വരും, ഘരാവോ വരും, പല കാര്യങ്ങൾ. ഇനിയാണ് പരിപാടികൾ, കലാപരിപാടികളുടെ ഒരു തുടക്കമാണ്. LDF ഹർത്താൽ, CPM-കാരൻ ഇറങ്ങും റോഡിൽ, വഴിതടയൽ, അങ്ങനെ പിക്കറ്റിംഗ്, ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇനിയും അവരുടെ കലാപരിപാടികൾ തുടങ്ങും, പഴയ കലാപരിപാടികൾ തുടങ്ങും, കല്ലേറും ഒക്കെ വരും. കോൺഗ്രസ്സുകാരും BJP-ക്കാരും ഒന്നും
ഇതിനൊന്നും അത്ര കഴിവുള്ളവരല്ല. ഇവരാണ് അതിന് കഴിവുള്ളവർ. അതുപോലെ ഇനിയുള്ള കലാപരിപാടി നമ്മൾ കാണേണ്ടതാണ്. എന്തായാലും ഭരണമാറ്റം എപ്പോഴും നല്ലതാണ്. അത് രാജ്യമായാലും സംസ്ഥാനമായാലും എന്തായാലും ഒരു കക്ഷി തന്നെ ഭരിച്ചാൽ അവിടെ ഒരു സ്വേച്ഛാധിപത്യ പ്രവണത വരും. അതിപ്പോൾ ഇനി BJP ആയാലും ഏത് പാർട്ടി ആയാലും മാറി മാറി ഭരിക്കണം. ഇത് താഴെ ഇറങ്ങും എന്നുള്ള ചിന്ത ഏത് പാർട്ടിക്കാർക്കും വരണം. അപ്പോൾ ഇനിയും ഉള്ളത് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.